ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബക്ലാവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ബക്ലാവ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്താം. കടല ചേർത്തണ്ട കേട്ടോ, അത് അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനൊരു 100 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ റൈസ് ബ്രാൻ, അത് ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം ഈ ഓയിൽ ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കാം. രണ്ടും കൂടി ഒന്ന് യോജിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഫുള്ള് ബട്ടർ വേണമെങ്കിൽ ബട്ടർ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ നട്ട്സൊക്കെ ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിയല്ല, പൗഡറാക്കി എടുക്കുകയല്ല, ഒന്ന് നമ്മളിങ്ങനെ ചോപ്പറിലിട്ടിട്ട് ക്രഷ് ചെയ്യില്ലേ, അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഒരുപാട് പൊടിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണ ഷീറ്റ്. ഇത് ഫൈലോ പേസ്ട്രി എന്നാണ് ഇതിനെ പറയുക. ഇത് ലുലു എന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല, നമുക്ക് എന്താ പറയുക, എരിവുള്ള സംഭവങ്ങളും ഇതിൽ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പപ്സിൻ്റെ ഷീറ്റോ അതേപോലെ സമൂസ ഷീറ്റിലൊന്നും ഇത് ഉണ്ടാക്കിയാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ മെല്ലെ സൂക്ഷിച്ചെടുക്കണം. തീരെ കനമില്ലാത്ത ഷീറ്റാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടർ പേപ്പറിനെക്കാട്ടിലും കനം കുറവാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് എടുക്കുക. ഇപ്പോൾ ഒരുവിധം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ലുലു എന്നാണ് വാങ്ങിച്ചത്. അതേമാതിരി നമ്മൾ പപ്സ് ഉണ്ടാക്കിയപ്പോഴും അതിൻ്റെ ഷീറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ലുലു എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സൂക്ഷിച്ചെടുക്കുക. തീരെ കനമില്ല, നല്ല കനം കുറവായിട്ടുള്ള ഒരു ഷീറ്റാണ്. അപ്പോൾ നല്ലോണം സൂക്ഷിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഇതിൽ നിന്ന് എടുക്കുക. ആ ഒരു പേപ്പറിൽ ചിലപ്പോൾ ഒട്ടിയിട്ടുണ്ടാവും. അതേമാതിരി നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് ഫ്രീസറിൽ ആണ് വെക്കുക. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തലേ ദിവസം അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതിന് ശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിലായിട്ടും ആയതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണതിന് ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുക കേട്ടോ ഈ ഷീറ്റ്. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം കുറച്ച് ഷീറ്റ് ഉണ്ടാവും ഇതിൽ. അപ്പോൾ നമ്മളിത് ഇത്തിരി വലിയ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നിവർത്തിയതിന് ശേഷം നമ്മൾ ഏത് ട്രേയിലാണോ വെക്കണത് ആ ട്രേയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മളിതൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ കാരണം ഇത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ട്രേ ഏതിലാണോ നമ്മൾ ബേക്ക് ചെയ്യണത് ആ ഒരു ട്രേയിലനുസരിച്ചിട്ട് നമ്മളൊന്ന് മുറിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ നടുവ് മടക്കിയതിന് ശേഷം പിന്നെ എന്താ പറയുക, റോൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മളത് കറക്റ്റായിട്ട് നിവർത്തിയെടുക്കുക. അതിന് ശേഷം നമ്മൾ വെക്കാൻ പോണ ഇതിലാണ് ഞാൻ വെക്കുന്നത്, ഈ ട്രേയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മുഴുവനായിട്ട് ഷീറ്റ് വെച്ചതിന് ശേഷം മുകളിൽ ആ ട്രേ വെച്ചിട്ട് നമ്മളതനുസരിച്ച് കുറച്ച് എന്താ പറയുക, ട്രേനെക്കാട്ടിലും ചെറുതാക്കിയിട്ട് നമ്മൾ അളവ് വെച്ചതിനെക്കാട്ടിലും ഒന്ന് ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ട്രേയിൽ ആദ്യം നമ്മൾ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുകളിലായിട്ട് ഈ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൽ വീണ്ടും ബട്ടർ തേക്കണം. അങ്ങനെ ഒരു 3 ഷീറ്റ് നമ്മൾ ബട്ടർ തേച്ച് ഷീറ്റ് വെച്ച് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ബട്ടറിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കുത്തലില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഓയിലും കൂടി മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് മെല്ലെ തേച്ച് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കീറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ബട്ടർ എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ നല്ലോണം ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ലെവലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. അപ്പോൾ അത് നമ്മൾ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് നല്ലോണം എന്താ പറയുക, മെല്ലെ മെല്ലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ആ ബബിൾസൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് കറക്റ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഷീറ്റിലും നല്ലോണം ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്ത് കൂടെ വെക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് വെക്കാം. കാരണം ഒരുപാട് എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചതിന് ശേഷം ഷീറ്റ് വലിക്കുമ്പോൾ അതേപോലെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കീറാനുള്ള ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് കനം കുറവായതുകൊണ്ടാണ് കേട്ടോ ഷീറ്റ് ശ്രദ്ധിക്കണം എന്ന് പറയണത്. അപ്പോൾ ഇതാ മൂന്നാമത്തെ ഷീറ്റിലും നമ്മൾ നല്ലോണം ബട്ടർ ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ആ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക നട്ട്സ് ചേർത്തുമ്പോൾ ഇതിപ്പോൾ കണ്ടോ ഞാൻ ആ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആ സൈഡിലേക്ക് ആക്കിയിട്ട് മെല്ലെ മെല്ലെ നമ്മൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കൂടെ അതങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി വാൾനട്ട് അങ്ങനത്തെ നട്ട്സൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് ഏതൊക്കെ നട്ട്സ് ഇഷ്ടമാണോ പറഞ്ഞ പോലെ കടല ചേർത്തരുത്, അല്ലാത്ത നട്ട്സൊക്കെ നമുക്ക് ടേസ്റ്റുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരുപാട് പൊടിയരുതെന്ന് മാത്രം. അപ്പോൾ ഇതാ ഒരു ഏകദേശം നമ്മൾ എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് സൈഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണ്ട. ഇനി ഞാൻ ഒരു ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെച്ചിട്ടുള്ള ഷീറ്റിൽ നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ വേറെ ഷീറ്റ് വെക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ബട്ടർ ഫുള്ളായിട്ട് നമ്മൾ തേച്ചതിന് ശേഷം ഈ ഷീറ്റ് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് ബട്ടർ കിട്ടണം, അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ തേച്ചതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗത്ത് ബട്ടർ തേച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അത് കറക്റ്റായിട്ട് ഒപ്പാക്കി കൊടുക്കുക. അതിന് ശേഷം ഇനി ബട്ടർ തേക്കുമ്പോൾ അതേപോലെ ശ്രദ്ധിക്കണം. ആ നട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കീറി വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അതിൻ്റെ മേലെ വീണ്ടും വേറൊരു ലെയർ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബട്ടർ തേക്കുക, പിന്നെ വേറൊരു ലെയർ വെക്കുക, പിന്നെ ബട്ടർ തേക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ 3 ലെയറും നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം വെക്കുക. നമ്മൾ ബട്ടർ തേച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക 3 ഷീറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ നട്ട്സ് ഇടുന്നത്. അതേപോലെ നമ്മൾ എന്താ പറയുക നട്ട്സ് ഇട്ട് കഴിഞ്ഞിട്ട് വെക്കുന്ന ഷീറ്റിൽ 2 ഭാഗത്തും ബട്ടർ തേക്കണം. അപ്പോൾ അതിന് ആദ്യം ബട്ടർ തേക്കുക, എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്കിത് മുഴുവനായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് അങ്ങനെ മുഴുവനായിട്ട് എല്ലാ ഷീറ്റും ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇത്ര ബട്ടർ ആണ് നമുക്ക് ബാക്കി വന്നത് കേട്ടോ. അതിനി നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. നമ്മളൊരു അത്യാവശ്യം മൂർച്ചയുള്ളൊരു കത്തി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ നമുക്കൊരു ഡയമണ്ടിൻ്റെ ഷേപ്പിൽ വരുന്ന രീതിയിൽ മുറിച്ചെടുക്കാം. ഇത് നമ്മൾ ബേക്ക് ചെയ്യണതിന് മുമ്പ് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിസ്പി ആവും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ കട്ട് ചെയ്യണത് ഒരുപാട് വലിയ പീസ് ആവരുത്, അതേപോലെ തന്നെ ഒരുപാട് ചെറിയ പീസും ആവരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നോക്കുക, പെട്ടെന്ന് തന്നെ കട്ടായി വരും കേട്ടോ. അത്യാവശ്യം മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടായി വരും. ഇപ്പോൾ ഞാനത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക ഇതിലേക്ക് ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് കുറച്ചും കൂടി ബട്ടർ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കണ്ട, ഒരുപാട് ഒഴിച്ചാൽ നമുക്ക് ആ എന്താ പറയുക വല്ലാതെ കുത്തുന്ന ടേസ്റ്റായി പോവും. അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് താഴെയും മുകളിലും കോയിൽ ചൂടാവുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 20 to 25 മിനിറ്റാണ് നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആവശ്യമുണ്ട് അതിൻ്റെ മേലെ ഒഴിക്കാനായിട്ട്. അപ്പം ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് അലിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്കിത് ഒരു നൂൽപ്പാകമാവുക അതേപോലെ തന്നെ ഒരുപാട് വെള്ളം വറ്റി വരിക അങ്ങനത്തെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലോണം ഒന്ന് എന്താ പറയുക പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് എടുക്കാൻ
തണുക്കണ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയാൽ മതി. അതായത് ചൂടോട് കൂടി തന്നെ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ചൂടോട് കൂടി തന്നെ ഒഴിക്കുകയാണ്. ഈ നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തതും ഒഴിക്കണം. പഞ്ചസാര സിറപ്പ് കുറച്ച് ചൂടാറിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ഓവനിൽ നിന്ന് എടുത്ത വഴിക്ക് തന്നെ എന്താ പറയുക, നമ്മുടെ ബക്ലാവ അത്യാവശ്യം ചൂടുണ്ടാവണം. അതായത് ഓവനിൽ എടുത്തതും നമ്മൾ ഈ ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നല്ലോണം ഇറങ്ങിപ്പോവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കാരണം ചൂടോടെ ഒഴിച്ചാലാണ് അത് കറക്റ്റായിട്ട് ഇറങ്ങി പോവുള്ളൂ. കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണ ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചൂടോടെ ഒഴിച്ചാലാണ് ഉള്ളിലേക്കൊക്കെ നല്ലോണം ഇറങ്ങി പോവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ഒഴിക്കുക. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പീസ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. ഇത് ശരിക്കും നമ്മൾ ഇപ്പം തന്നെ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ കട്ടാവാത്ത ഭാഗം ഒന്ന് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 1-2 ഒക്കെ വിടാത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇത് ചൂടോടുകൂടി തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ ലെയർ വരുന്നത്, നമുക്ക് നട്ട്സും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഷീറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സ്വീറ്റാണ് അത്. ഈ പറഞ്ഞ പോലെ ഒന്ന് തണുത്ത് ഒന്ന് സെറ്റായതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അതായത് ഇത് എന്തെങ്കിലും ഫങ്ഷനൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പീസിൻ്റെ മേലെയും കുറച്ചിങ്ങനെ പിസ്ത പൊടിച്ചത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. കുറച്ച് നല്ല ഗ്രീൻ കളറും അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഗോൾഡൻ കളറ് ബക്ലാവയും അതിൻ്റെ മുകളിൽ പിസ്തയുടെ പച്ചക്കളറൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. കാണാൻ രസമാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം മധുരമുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.